നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഘേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ പങ്കുവച്ച പോസ്റ്റാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്ത വാർത്ത. ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോൺഗ്രസിൽ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ഭർത്താവ് ശബരിനാഥനെ സംബന്ധിച്ച അരുവിക്കര മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കണം. അതിനാൽ ദിവ്യയുടെ പോസ്റ്റിനെതിരെ രംഗത്തെത്തി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഘേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരണവുമായി മുൻ MLAയും ഭർത്താവുമായ KS ശബരിനാഥ്. സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യയ്ക്കും ശബരിക്കുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നതിനിടയിലാണ് വിശദീകരണം. ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമെന്നും എന്നാൽ കുറച്ചുകൂടി അവധാനത്തെ വേണമെന്നും, അതായത് അവധാനത്തോടുകൂടി പെരുമാറേണ്ടതായിരുന്നുവെന്നുമാണ് ശബരിനാഥ് പറയുന്നത്. സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ദിവ്യ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമാണെങ്കിലും വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണമെന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ്. അതിന്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല. സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം. പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ച് അതുപോലെയല്ല. അതിനാൽ തന്നെ ദിവ്യ നൽകിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ വിവാദം പൊട്ടിവീണത്. എന്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, വിശേഷ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട്. അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട്. ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിന്റെ സുഗമമായ പ്രവർത്തനത്തിനാണ്. ഈ വിഷയത്തെക്കുറിച്ചുകൂടി കുറച്ചുകൂടി അവധാനത്തോടുകൂടി കാണണമായിരുന്നു. സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ ആകുമ്പോൾ ജനങ്ങൾ നമ്മളെ സസൂക്ഷ്മം വീക്ഷിക്കുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വിവാദമായത്. മറ്റൊരു ഉദ്യോഗസ്ഥയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്യുക പോലും ഉണ്ടായിരുന്നില്ല. ഈ വിഷയം മാത്രമല്ല, നാളെ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയമായി വിമർശിക്കുകയോ പുകഴ്ത്തുകയോ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എന്റെ പക്ഷം. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായി മുൻ രാജ്യസഭാ MPയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ KK രാഘേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അഭിനന്ദന പോസ്റ്റുമായി ദിവ്യ എസ് അയ്യർ രംഗത്തെത്തിയിരുന്നു. കർണന് പോലും അസൂയ തോന്നുന്ന വിധമുള്ളതാണ് KKRന്റെ കവചമെന്നാണ് ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള രാഘേഷിന്റെയും ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഉണ്ടെന്നും വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകവും കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂടുമാണ് അദ്ദേഹം എന്നുമാണ് ദിവ്യ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ദിവ്യയുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് വായിക്കാം. കർണന് പോലും അസൂയ തോന്നും വിധം ഈ ഗഗന കവചം. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചത് അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് KK രാഘേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം എടുത്തത്. M പ്രകാശിന്റെയും TV രാജേഷിന്റെയും പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ KK രാഘേഷിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. 1970 മെയ് 13 കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരോട്ട് ശ്രീധരന്റെയും കർഷക തൊഴിലാളിയായ KK യശോധയുടെയും മകനായിട്ടാണ് രാഘേഷിന്റെ ജനനം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയിട്ടുമുണ്ട്. SFIയിലൂടെ വിദ്യാർത്ഥി രംഗത്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തി. SFIയുടെ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ച് സംസ്ഥാന നേതൃത്വത്തിലേക്കും തുടർന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിലേക്കും ഉയർന്നു. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ആദ്യ മലയാളിയായിരുന്നു KK രാഘേഷ്. 2015 കേരളത്തിൽ നിന്നും രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാർലമെന്റിൽ നടത്തിയ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾക്ക് 2020 പാർലമെന്ററി, അതായത് ഗ്രൂപ്പ് 4 ചിൽഡ്രൻ ആൻഡ് PGC അവാർഡും KK രാഘേഷിന് ലഭിച്ചു. 2020 സെപ്റ്റംബറിൽ 21 KK രാഘേഷ് ഉൾപ്പെടെ 8 അംഗങ്ങളെ ചെയർമാൻ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 2021 മെയ്യിൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘം നേതാവുമാണ് KK രാഘേഷ്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ പ്രിയ വർഗീസ് ആണ് ഭാര്യ. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ പാദസേവകനാണ് എന്നത് ഫ്യൂഡൽ നെസ്റ്റോളജിയ മാറാത്തവരുടെ ഭാഷയാണ് എന്ന് KK രാഘേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ്. KK രാഘേഷിനെ അനുകൂലിച്ചുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായതിന് പിന്നാലെയാണ് ദിവ്യയെ പിന്തുണച്ച പ്രിയ വർഗീസ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. സഹപ്രവർത്തകരോട് ആധുനിക മനുഷ്യൻ കാണിക്കുന്ന എല്ലാ സജന മര്യാദകളും അങ്ങനെയുള്ളവർ പരസ്പരം കാണിക്കുകയും ചെയ്യും. അതേ ദിവ്യ എസ് അയ്യരും ചെയ്തിട്ടുള്ളൂ. ഒരു സുഹൃത്ത് സഹപ്രവർത്തക കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ഓഫീസിലെ സേവനം മതിയാക്കി പോകുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മൾ എല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, പക്ഷേ ചിലർക്ക് അതും വിവാദമാകുമെന്നും പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു. ദിവ്യയുടെ
ജീവിത പങ്കാളിയുടെ രാഷ്ട്രീയമാണ് വിമർശനങ്ങൾക്ക് ഒരു കാരണം. ജീവിത പങ്കാളിയുടെ നിലപാടുകൾക്കനുസരിച്ച് മാത്രമേ ഒരു സ്ത്രീ മിണ്ടാനും കൂട്ടുകൂടാനും പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ ഏത് നൂറ്റാണ്ടിൽ പാർപ്പിക്കുന്നവരാണ്. തന്റെ സർവീസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമായേ അല്ല IAS ഓഫീസറായ ദിവ്യ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ PS എന്നത് സർക്കാർ സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പദവി ആണല്ലോ എന്നും പ്രിയ ചോദിക്കുന്നു. പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. ചിമ്മാണ്ട എൻഗോസി അദീൻചിയുടെ എത്രയും പ്രിയപ്പെട്ടവർക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിന്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിയോട് എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത്. ഉറച്ച വാക്കുകളിൽ തെളിമയോടെ സംസാരിക്കുന്ന കരുത്തുറ്റ സ്ത്രീകളുടെ എല്ലാം തോന്നുന്ന സ്നേഹം അവരോടും പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. CMOയിൽ ഉണ്ടായിരുന്ന കാലത്തെ രാഘുവിന്റെ പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ രാത്രി ഏതാണ്ട് 11-12 മണി വരെ നീണ്ടു നിൽക്കുന്നതാണ്. നമ്മുടെ തൊഴിലിടം പലപ്പോഴും കുടുംബ സൗഹൃദങ്ങളുടേത് കൂടിയാവാറുണ്ട്. എന്റെയും രാഘുവിന്റെയും തൊഴിലിടങ്ങൾ മുൻപ് പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ CMOയിലെ കാലം അങ്ങനെ സൗഹൃദങ്ങൾക്കോ യാത്രകൾക്കോ പോലുമുള്ള ഈ സാവകാശം തീരെ ഇല്ലാത്ത ഒന്നായിരുന്നു. അതിനിടയിൽ വീണ്ടും കിട്ടിയ ആ അപൂർവം ചില അവസരങ്ങളിൽ ഒന്നായിരുന്നു ദിവ്യ എസ് അയ്യരുമായുള്ള സൗഹൃദം. ദിവ്യയുടെ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ഒക്കെയായി പരിചയപ്പെടാൻ ലഭിച്ച അവസരം ഏറെ ഹൃദയമായി. മതവും രാഷ്ട്രീയവും ഒന്നും ആയിരുന്നില്ല മനുഷ്യൻ കൂട്ടുകൂടുന്നത്. CMOയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ പാദസേവകരാണ് എന്നത് ഫ്യൂഡൽ നൊസ്റ്റാൾജിയ മാറാത്തവരുടെ ഭാഷയാണ്. അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും കവടിയാർ കൊട്ടാരവും തമ്മിലുള്ള വ്യത്യാസം ഇനിയും തിരിഞ്ഞു കിട്ടിയിട്ടില്ല. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. പക്ഷേ ആധുനിക ബോധമുള്ളവർ പറയുക ആ ഓഫീസിൽ എല്ലാവരും മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരാണെന്നാണ്. സഹപ്രവർത്തകരോട് ആധുനിക മനുഷ്യർ കാണിക്കുന്ന എല്ലാ സൂചനാ മര്യാദകളും അങ്ങനെയുള്ളവർ പരസ്പരം കാണിക്കുകയും ചെയ്യും. അതേ ഡോക്ടർ ദിവ്യ എസ് അയ്യരും ചെയ്തിട്ടുള്ളൂ. ഒരു സുഹൃത്ത് സഹപ്രവർത്തക കൂടി ജോലി ചെയ്യുന്ന ഒരാൾ ആ ഓഫീസിലെ സേവനം മതിയാക്കി പോകുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മൾ എല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ ചിലർക്ക് അത് വിവാദമാക്കണം. ദിവ്യയുടെ ജീവിത പങ്കാളിയുടെ രാഷ്ട്രീയമാണ് വിമർശനങ്ങൾക്ക് ഒരു പ്രധാന കാരണം. ജീവിത പങ്കാളിയുടെ നിലപാടുകൾ അനുസരിച്ച് മാത്രമേ ഒരു സ്ത്രീ മിണ്ടാനും കൂട്ടുകൂടാനും ഒക്കെ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ ഏത് നൂറ്റാണ്ടിൽ പാർപ്പുറപ്പിച്ചവരാണ്. തന്റെ സർവീസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമേ അല്ല IAS ഓഫീസറായ ദിവ്യ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ PS എന്നത് ഗവൺമെന്റ് സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പദവി തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ഈ പോസ്റ്റ് പറയുന്നത്. ദിവ്യയുടെ നടപടിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ദിവ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജയ് മോഹൻ രംഗത്തെത്തിയിരുന്നു. പിണറായി കാലത്ത് AKG സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എങ്കിലും ദിവ്യ ഓർമ്മിക്കണമെന്ന് വിജിലിന്റെ കുറിപ്പിൽ പറയുന്നു. സർവീസ് ചട്ടങ്ങൾ മറികടന്നാണ് ദിവ്യ മാഡം വാഴ്ത്തപാട്ട് പാടുന്നത്. KK രാഘേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറല്ല ആക്കിയത്. CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. IAS ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളോട് ഈ വിദൂഷകയായി മാറുകയല്ല വേണ്ടത്. ഔദ്യോഗിക കൃത്യനിർവഹണ രംഗത്തെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടുമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അടക്കമുള്ള ചോദ്യവും രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്.